എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. അമരമ്പലം പാട്ടക്കരിമ്പിൽ വനഭൂമിയിലെ മരം വീണ് വീട് വാസയോഗ്യമല്ലാതായ കുടുംബത്തിന് ആശ്വാസവുമായി വനം വകുപ്പ്. കുന്നുമ്മൽ സലാമിന്റെ കുടുംബത്തിനാണ് വാടക വീട്ടിലേക്ക് മാറാനുള്ള പണവും ചികിത്സാ ചിലവും വനം വകുപ്പ് ചെയ്തു നൽകിയത്. വീടിന് മുകളിൽ വീണ ഭീമൻ മരം വനം വകുപ്പ് മുറിച്ചു മാറ്റുകയും ചെയ്തു. ശനിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് വനഭൂമിയിൽ നിന്നുള്ള ഭീമൻ മരം സലാമിന്റെ വീടിന് മുകളിൽ പതിച്ചത്. ഇതോടെ വീടിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ വാസയോഗ്യമല്ലാത്ത അവസ്ഥയായി വീട് മാറി. കൂലിപ്പണിയെടുത്ത് ഉപജീവനം നടത്തുന്ന സലാമിന് വാടക വീടെടുത്ത് താമസിക്കാനുള്ള സാമ്പത്തിക ശേഷി പോലുമില്ല. തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ, കരുളായി വനം റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. വനം മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് നിലമ്പൂർ സൌത്ത് DFO കുടുംബത്തിന് വാടക വീട്ടിലേക്ക് മാറാനുള്ള ചിലവും പരിക്ക് പറ്റിയ സലാമിന്റെ ഭാര്യയ്ക്കും മകൾക്കുമുള്ള ചികിത്സാ ചിലവും നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതോടൊപ്പം വീടിന് മുകളിൽ പതിച്ച മരം വനം വകുപ്പ് മുറിച്ചു മാറ്റി നൽകുകയും ചെയ്തു. വീട് പുനരുദ്ധാരണം നടത്തി നൽകണമെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം അതും ചെയ്തു നൽകാൻ വനം വകുപ്പ് തയ്യാറാണെന്നും കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നവകേരളം പദ്ധതി പ്രകാരം സർക്കാരിലേക്ക് ഭൂമി വിട്ടു നൽകാൻ സന്നദ്ധത അറിയിച്ച കുടുംബങ്ങളാണിവർ. ഒറിജിനൽ പട്ടയം ലഭിക്കാത്തതിനെ തുടർന്ന് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വൈകുകയാണ്. യഥാർത്ഥ പട്ടയം ലഭിച്ചാൽ ആദ്യ പരിഗണന സലാമിന്റെ കുടുംബത്തിനെ ഉൾപ്പെടുത്തുമെന്നും 1ാം ഗഡു വേഗത്തിൽ നൽകാനുള്ള ഇടപെടൽ നടത്തുമെന്നും കരുളായി റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാൻ പറഞ്ഞു. ഒപ്പം തന്നെ പ്രദേശത്തെ മറ്റു വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന വനഭൂമിയിലെ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുള്ള നടപടികളും ഉടൻ കൈക്കൊള്ളുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.